വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എങ്ങനെയൊക്കെയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. കാര്യം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെൻറ്റ് എത്രത്തോളം പ്രിസൈസ് ആണ് എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രിസിഷൻ എന്ന് പറയുന്നത് ആക്യുറസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുകൾ നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും പ്രിസിഷൻ, ആക്യുറസി അങ്ങനെയുള്ള പല പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഫസ്റ്റ് നോക്കാം. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ്, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ്, അത് എനി ഡിജിറ്റ് ഫ്രം 1 to 9, 1 മുതൽ 9 വരെ വരുന്ന ഏത് ഡിജിറ്റ് ആണെങ്കിലും അത് സിഗ്നിഫിക്കൻ്റ് ആണ്, അതിന് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നോൺ സീറോ ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്, അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നോൺ സീറോ ഡിജിറ്റ് 1 to 9 ആണ്. ഇതിനിടയിലാണ് പൂജ്യത്തിന് പ്ലേസ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്ര പൂജ്യമാണെങ്കിലും അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീഡിങ് സീറോയാണ്. അത് സീറോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സീറോയ്ക്ക് എന്തുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്പറിന് സിഗ്നിഫിക്കൻറ്റ് ഉണ്ടാവില്ല. സീറോ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ നമ്പർ ആർ നെവർ സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രെയിലിംഗ് സീറോയാണ്. സീറോ അറ്റ് ദ എൻഡ് ഓഫ് ദ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. അതൊരു നമ്പർ വന്നതിന് ശേഷം ഡെസിമൽ പോയിന്റ് വന്നിട്ടാണ് സീറോ വരുന്നതെങ്കിൽ അത് റിലവൻ്റ് ആണ് എന്നുള്ളതാണ്. സോ ഓൾ നോൺ സീറോ, സീറോ ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്, ലീഡിംഗ് സീറോ ആൻഡ് ട്രെയിലിംഗ് സീറോ. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ റൂൾസ് എങ്ങനെയാണ്? നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യുന്ന റൂൾസ് എങ്ങനെയാണ്? സോ ഫസ്റ്റ് പറഞ്ഞ് നോൺ സീറോ ഡിജിറ്റ് ആണ് അല്ലേ. ഓൾ നോൺ സീറോ ഡിജിറ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ 1, 2, 3, 4. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. റൂൾ നമ്പർ 2 ആണ് എന്താണ്? സീറോ ബിറ്റ്വീൻ നോൺ സീറോ. അപ്പോൾ അതായത് 1, 0, 0, 2 ആണ് എക്സാമ്പിൾ. ആൻഡ് ട്രെയിലിംഗ് സീറോ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? അത് ലാസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ. സോ ട്രെയിലിംഗ് സീറോ എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റിന് ശേഷം ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ട്രെയിലിംഗ് സീറോ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ 1.200. അപ്പോൾ ഈ പറയുന്ന 4 നമ്പറിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇനി ലീഡിംഗ് ആണെങ്കിലോ, സീറോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തില്ല, അതിന് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ലീഡിംഗ് സീറോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തില്ല, ഇവിടെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളതാണ്. ഈ ആദ്യം കാണുന്ന 3 ഫിഗേഴ്സ് ഇല്ലേ, 3 ഫിഗേഴ്സിനും സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം സിമ്പിളാണ്, കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്കിത് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് വൺ ഈസ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സോ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോഗറിതം. സോ ലോഗറിത്തിൽ മാൻഡിസ ഈക്വൽ ദ നമ്പർ ഇൻ ദ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. സോ മാൻഡിസ എന്താന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന നമ്പറിനെയാണ് മാൻഡിസ എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ 2.3458 എന്ന് പറയുന്നത് ഈ പോയിന്റിന് ശേഷം വരുന്ന 3458 നമ്മൾ മാൻഡിസ എന്ന് പറയുന്നത്. സോ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ലോഗറിതം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. സോ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ മെത്തേഡ്സ് ആണ്. സോ ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് മെൻഷൻഡ് അല്ല. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പഠിക്കുന്നതുകൊണ്ട് കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയാകും. ഇനി റൗണ്ടിങ് ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി നമ്മൾ എങ്ങനെയാണ് റൗണ്ടിങ് ചെയ്യുന്നത്? സോ ഇതൊക്കെ മെത്തേഡ്സ് ആണ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യം, നമുക്ക് തിയറിറ്റിക്കലി അത്ര വലിയ ആവശ്യമല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ഡിജിറ്റ്, അത് നമ്മൾ എക്സാമിൻ ചെയ്യണം. ഓരോ ഡിജിറ്റ് നമ്മൾ എക്സാമിൻ ചെയ്യണം. റൈറ്റ് ടു ലാസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇമ്മീഡിയറ്റ്ലി ടു ദ റൈറ്റ് ടു ലാസ്റ്റ് ആണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ ഓരോ ഡിജിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് റൗണ്ട് അക്കോർഡിംഗ്ലി നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റിൽ എത്രയാണ് നമ്മൾ ഗ്രേറ്റർ ആക്കുന്നത്, അത് റൗണ്ട് അപ്പ് ഇഫ് നെക്സ്റ്റ് ഡിജിറ്റ് 5 or greater, അതർവൈസ് കീപ് ദ സെയിം. അത് 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വെക്കുക. ഇത് റൗണ്ടിങ് ആണ്. സോ നമുക്കിത് അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. സോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ഇങ്ങനെയാണ് നമ്മൾ റൗണ്ടിങ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ മെഷർമെൻറ്റ്സുകളും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുകളും കൊടുത്തിട്ടുണ്ട്. സോ അത് എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ എന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ.
സോ നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻസ് ഇൻ എറർ അനാലിസിസ്. നമ്മൾ എറർ അനാലിസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഫസ്റ്റ് വൺ ഈസ് പ്രിസിഷൻ. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഈ എറർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സിൽ എറർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ ബാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിസിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയാനായിട്ട് നമ്മളെ എറേഴ്സ് അനലൈസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് എപ്പോഴും പ്രിസിഷൻ, ഒരു മെഷർമെൻറ്റിൻ്റെ പ്രിസിഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റിഫ്ലക്ട് ദ പ്രിസിഷൻ ഓഫ് ദി മെഷർമെൻറ്റ്. ദ ഇൻഡിക്കേറ്റ് ദ അൺസർട്ടേണിറ്റി ദ ലാസ്റ്റ് ഡിജിറ്റ്. സോ ലാസ്റ്റ് ഡിജിറ്റിൽ വരുന്ന അൺസർട്ടേണിറ്റിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് എറർ പ്രൊപ്പഗേഷൻ ആണ്. സോ ഇവിടെ ബേസിക്കലി പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എറർ ഉണ്ടാകും കാൽക്കുലേഷനിൽ. അപ്പോൾ അതും നമുക്ക് ക്രിട്ടിക്കലാണ് അല്ലേ. ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ബേസിക്കലി നമുക്ക് ഈ സയൻറ്റിഫിക് റിപ്പോർട്ടിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എറർ അനാലിസിസ് ഒക്കെ നമ്മൾ ഒരുപാട് നമ്മളെ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞത് എറേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, എന്താണ് എറേഴ്സ്, എന്തിനു വേണ്ടി ചെയ്യുന്നു ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യം നമുക്കില്ല അല്ലേ. സോ ടൂൾസ് ആണ്, സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാം, സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ, ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ് ഉപയോഗിക്കാം, ആൻഡ് ഗൈഡ്സുകൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ടൂൾസുകൾ നമുക്ക് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഒരു പോർഷൻ നമുക്ക് അത്യാവശ്യമുള്ളത് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രം അറിഞ്ഞാൽ മതിയാകും. അതെങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾസ് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതിയാകും. ബാക്കിയൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.